ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അയ്യോ കിച്ചോ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലെ എത്രാമത്തെ ദിവസം? ഇന്ന് 7ാമത്തെ ദിവസം. നമ്മൾ ഇന്ന് വന്നിട്ട് അഡ്മിറ്റ് ആവാൻ വന്നിട്ട് ഇന്നിപ്പം 8 ദിവസമായി അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാക്കയല്ല, ഇത് പ്രാവ്. എന്തോ പ്രാവ് പ്രാവ് പ്രാവ്. അപ്പൊ നമ്മളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രാവിലത്തെ ഡോക്ടർ ഇപ്പൊ വന്നായിരുന്നു. മിനിറ്റ് നല്ല ബെറ്റർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. മറ്റേ ഡോക്ടർ വരട്ടെ, ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ സിസ്റ്റർ വന്നിട്ട് ഇന്ന് ആയപ്പം 21 ഡോസായി മെഡിസിന്. അപ്പോൾ ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആ മെഡിസിൻ നിൽക്കുക. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ശുഭപ്രതീക്ഷയുണ്ട് ഇന്ന് വീട്ടിൽ പോകാമെന്ന്. മിക്കവാറും ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും. പിന്നെന്താ, നെബുലൈസിങ്ങും ഇഞ്ചക്ഷനും എല്ലാം കഴിഞ്ഞു. നെബുലൈസിങ് ഇപ്പോൾ 2ാമത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നമുക്കറിയത്തില്ല എത്ര ഉണ്ടെന്ന്, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതും രാവിലത്തെ നോർമലും കഴിഞ്ഞു, ഇപ്പോൾ 2ാമത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെയും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് മിനിറ്റ് ഇന്ന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ഞിയും ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി കുടിച്ചു. ഇല്ലയോ, എന്താ കഴിച്ചേ? നാണം വരുന്നത്. കഞ്ഞി കുടിച്ചു അല്ലേ? പിന്നെ കട്ടൻ കുടിച്ചെന്ന് പറ. കട്ടൻ കുടിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആള് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കുറച്ചു നേരം കൊണ്ട് ഇവിടെയൊക്കെ കിടന്ന് ഓട്ടവും കാര്യമൊക്കെ ആയിരുന്നു. ഡാൻസ് കളി രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോ തൊട്ടേ ഡാൻസ് കളിയാ. പാട്ടിട്ട് കൊടുക്കും. ഈ പാട്ട് പാടിക്കേ. ഇങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത്? ഹലോ ഗൈസ് പറഞ്ഞേ. ഇല്ല. ഇപ്പൊ ചെറിയൊരു നാണത്തിരിക്കുക. പിന്നെന്താ, അപ്പം നമുക്ക് നോക്കാം ഇനി എന്താവും എന്നുള്ളത്. എങ്ങനെ വീട്ടിൽ ചെല്ലുക. അയ്യോ, ഒത്തിരി ദിവസമായില്ലേ ഇതിനകത്തോട്ട് കയറിയിട്ട്. മിനിറ്റ് അഴിച്ചു വിട്ട കോഴിയെപ്പോലായിരിക്കും വീട്ടിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, വലിഞ്ഞേറ്റവും കാര്യവും ബഹളവും ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഞാനിവിടെ ഇത് വിൻഡോയുടെ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് താഴെ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടും നോയ്സൊക്കെ കാണുമായിരിക്കും. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മിനിറ്റിയുടെ അടുത്ത ക്യാൻഡിഡ് കാണിച്ച് പുതിയത് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്കിലും കണ്ടോ, പുതിയ ക്യാനിൽ ഇന്ന് ഊരുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഭയങ്കര പാടാ. അയ്യോ, ഇതും കൊണ്ട് കാണിക്കുന്ന പരിപാടികൾ ഒന്നും പറയണ ചില്ലറയല്ല. ഈ ക്യാൻഡിലായിട്ട് കാണിക്കുന്ന ആണെങ്കിൽ എനിക്ക് മിനിറ്റി. അപ്പൊ ശരിയെങ്കിൽ ഇത് വെള്ളം തുടങ്ങി. ടാറ്റ പറ. ടാറ്റ. പുവയ്ക്ക
ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, യാത്ര ചെയ്യാൻ പാടില്ല, പനിയുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺടാക്ട് ഒന്നും പാടില്ല, വീട്ടിലിരിക്കുക. പിന്നെ ഇത് വീണ്ടും ഉണ്ടാകുന്ന ദിവസമാണ് ഞാനോട് സൂക്ഷിക്കുക. 1 മാസത്തേക്കെങ്കിലും ഫ്ലൂ കിട്ടി ഗായ്സ്, കിട്ടി, നമ്മുടെ ഡിസ്ചാർജ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ആ വേറെ ഒന്നുമില്ല. അപ്പൂപ്പ വന്നിട്ടുണ്ട് വിളിക്കാൻ. ഇനി മീനുട്ടിയുടെ ക്യാനിലെ ഊരണം. ബാക്കി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ദേ എല്ലാം പാക്ക് ചെയ്തു, എല്ലാം കാലിയാക്കി. പിന്നെ ഇതിന് വേണ്ട ബാത്റൂമിൽ ഇരിക്കുന്ന സോപ്പും അതെല്ലാം കളഞ്ഞോ? അതുകൂടെ എടുത്ത് വേസ്റ്റ് പിന്നെ ഇട്ടേരെ. ഇതെല്ലാം കഴിഞ്ഞു. മീനുട്ടിയുടെ സെർലാക്ക് എന്തുവാ പോന്നതിന്റെ സന്തോഷത്തിലാ. വണ്ടിയുടെ താക്കോല് വീട്ടിൽ പോവാണല്ലോ, നമ്മള് വീട്ടിൽ പോവാണല്ലോ. ഇല്ല വീരമ്മ, വീട്ടിൽ പോവാന്നല്ല. ആരെ കാണാൻ പോവാ? ഇവിടെ പറഞ്ഞു ചേട്ടായെ കാണാൻ പോണോന്ന്. ആന്നോ? ചേട്ടൻ എന്തോ ബില്ല് പഠിക്കുവാണോ? ബില്ല് പഠിച്ചോണ്ടിരിക്കുക. ഇല്ല അതെല്ലാം എടുത്തു. അതിനകത്ത് ഹെൽമെറ്റും അതേ ഉള്ളു. അയ്യോ എന്റെ കുഞ്ഞ് നല്ല അയ്യേ എന്തിനാ അറിയുന്നേ? ഊരുവാ മോനെ നോവാതിരിക്കാൻ ആന്റി ഇത് അടിച്ചു. അത് കൊള്ളല്ലേ മീനുട്ടി? ആയി തണുക്കുന്നു മീനുട്ടിക്ക് തണുക്കുന്നു. ചേട്ടായി കണ്ടേ ആരെ കാണാനാ പോന്നേ? ആരെ കാണാനാ മോനെ മോൻ വീട്ടിൽ പോന്നേ? എന്തിനാ കളയുവാ മോനെ ഇത് ഊരി? ചോച്ച അവിടെ തിരക്കിരിക്കുന്നു കുഞ്ഞ്. മിനിറ്റിടെ ഊരി. അയ്യോ 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 ഊരി കളയുന്നേ. കുഞ്ഞിന് ഇതില്ല എങ്ങനെ കിടന്നുറങ്ങും കുഞ്ഞ്? എന്തിനാ കരയുന്നത്? വേദനയുണ്ടോ? വേദനയൊന്നും കള്ളക്കടച്ചില്ലാന്ന് ഞങ്ങൾ മനസ്സിലായി. കഴിഞ്ഞടാ മോനെ കഴിഞ്ഞടാ. ചുമച്ചേ കാണിക്കാം. ഇനി ഇന്നൂടെ കിടന്നായിരുന്നുണ്ടെങ്കിൽ തീർന്നു. അടുത്ത കുത്തണ്ടി വന്നേനില്ലയോ? അയ്യോ എന്റെ മീനുട്ടി, നിന്നെ കൊണ്ട് ഞങ്ങൾ തോറ്റ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയില്ലേ നിങ്ങൾ കുത്തുന്ന ഒരാട്. എന്റെ മീനുട്ടി, നീ അല്ല അവാർഡും മേടിക്കും. ആ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. ടാറ്റാ. ആ പറയാ വാ, അതിലേ വരുന്നുള്ളു. വാ ഇതിൽ കയറി. മീനുട്ടി വണ്ടി എവിടെ കിടക്കുക? വണ്ടി എവിടെ ചാച്ചാ? വണ്ടി ഹായ്, നമ്മുടെ വണ്ടി എത്തി. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഡിസ്ചാർജ് ആയി. അപ്പൊ എന്ത് പാപ്പ മേച്ചാന് പോയി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയില് ഒരു ഹോട്ടലിൽ അച്ചാച്ചൻ നിർത്തി ബോണ്ട ഏത്തയ്ക്കപ്പം അങ്ങനെ കടികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. വിനുവേട്ടൻ സ്കൂട്ടറിലായിരുന്നു വന്നത്. അപ്പം സ്കൂട്ടറിൽ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സൺഡേ അല്ല, നെക്സ്റ്റ് സൺഡേ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകണം. ഡോക്ടറിന്റെ ക്ലിനിക്കിൽ, ചെട്ടുളങ്ങരയുള്ള ക്ലിനിക്കിൽ ചെന്നാൽ മതി. പിന്നെ ഫ്ലൂ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു. ഈ മന്ത് ഒരെണ്ണവും അടുത്ത മാസം ഒരെണ്ണം. അങ്ങനെ ആദ്യത്തെ എടുക്കുമ്പം 2 എണ്ണം അങ്ങനെ എന്തോ പറഞ്ഞേ. അപ്പം അതെടുക്കണം. പിന്നെ ഒരു ലെവോസിട്രിസിനോ അതിന്റെ ഒരു സിറപ്പും ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ 5 ദിവസത്തേക്കോ എന്തോ.
അത് നോക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കയറണ്ട എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പടി ഇറങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ ഉച്ചയ്ക്ക് വന്നപ്പോഴായിരുന്നു ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മള് ഡോക്ടർ വന്ന് പറയുന്നത് പിന്നെ ഫുഡ് വാങ്ങാൻ പോയി. പിന്നെ ഫുഡ് കഴിച്ച് മീനുട്ടിക്ക് ഫുഡ് കൊടുത്ത് പിന്നെ മീനുട്ടിയെ ഉറക്കി. അത് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്യണമായിരുന്നല്ലോ. A to Z സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ലോഡ് ചെയ്ത് എല്ലാം കവറിലും ബാഗിലും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ പുറകിന് തിരക്ക്. പിന്നെ മീനുട്ടിയെ ഉറക്കി കിടത്തി. അത് കഴിഞ്ഞ് പിന്നെന്താ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തു വെച്ച് പിന്നെ ഫ്രഷ് ആയി. പിന്നെ കോളുകള് അങ്ങനെ ഓരോന്ന് എല്ലാരും ചോദിച്ചോണ്ടൊക്കെ വന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പൊ സൂട് ബോണ്ട ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തി എന്താ പറയുന്നത്, എല്ലാവരെയും കാണാനൊക്കെ ഉള്ളൊരു ത്വരയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ മീനുട്ടി പിന്നെ വന്ന് നേരെ ചേച്ചിയുടെ കയ്യിലോട്ടങ്ങ് പോയി. പിന്നെ വന്ന് ഞങ്ങളെയും പെങ്ങളും കൂടി എന്താ പറയുന്നത് ഭയങ്കര കളിയും ചാട്ടവും ബഹളവും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലോട്ട് വന്ന് കയറിയപ്പോഴേ എല്ലാ പരിപാടിയും മീനുട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത് അവരുടെ ഒരു സന്തോഷം കാണാൻ നല്ല രസമായിരുന്നു. ഇത്രയും ദിവസമായില്ല അവർ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ടാറ്റാ ബൈ, സീ യു.